ഡോക്ടർ ബെന്നറ്റ് എന്ന സിനിമയുടെ സംവിധായകൻ മിസ്റ്റർ ടി എസ് സാബുവാണ് നമ്മളോടുള്ളത്. സ്വാഗതം. അപ്പോൾ ഡോക്ടർ ബെന്നറ്റ് ഇത് തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. ശരിക്കും നമ്മൾ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഒരു ത്രില്ലർ മൂഡാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണ് ശരിക്കും ഡോക്ടർ ബെന്നറ്റ് ഡോക്ടറുടെ കഥയാണോ? അതെ, ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു MBBS ഡോക്ടർ അല്ലത്. അല്ല, ഡോക്ടറേറ്റ് കിട്ടിയ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് പഠിച്ചു എന്ന് പറയുന്ന ഡോക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടല്ലേ, അതേപോലെ ഡോക്ടറാണ് പുള്ളി. എന്നാ ഒരു പിന്നെ മെന്റലിസം ഒക്കെ അറിയാം, മൈൻഡ് റീഡിങ് ഇതോട്ടൊക്കെ ബേസ് ചെയ്ത് പുള്ളി അങ്ങനെയുള്ള റിസർച്ച് ഒക്കെ നടത്തി. അങ്ങനെയാണ് ഇത് ഡോക്ടർ ബെന്നറ്റ്. ഇതില് ടൈറ്റിൽ ക്യാരക്ടർ പുതുമുഖമാണ് അല്ലെ? പിന്നെ കോട്ടയം നസീർ ഉണ്ട്, പിന്നെ നമ്മുടെ കോട്ടയം നസീർ ഉണ്ട്, ഷാജു ശ്രീധർ ഉണ്ട്, ജയകൃഷ്ണൻ ഉണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ അനിയൻ തന്നെയാണ് ഒരു വേഷം അതിനകത്ത് ജിനീഷ് എന്ന് പറഞ്ഞ് ചെയ്തത്. ജിനീഷ് ആരുടെ? ഈ നായകന്റെ പേര് ജിൻസ് അല്ലേ? ആദ്യത്തെ സിനിമയാണ് അയാള് സ്കൂൾ ഓഫ് ഡ്രാമയിലെ നേഴ്സാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിട്ടുണ്ട്. കലാഗ്രാമം അതേപോലെ ഒരു സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിട്ടാണ് ഇതിലേക്ക് നാടകങ്ങളോട്ടാണ് കൂടുതൽ ഒരു പ്രൊഫഷൻ. ഞാൻ ഒരുപാട് വർഷം ഞാൻ അവിടെ ഈ കാസർഗോഡ് തെയ്യം ബേസ് ചെയ്തൊരു സിനിമ ചെയ്യാൻ വേണ്ടി പോയതാ. ഇപ്പോഴല്ല, 2 വർഷത്തിന് മേളിലായി. അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ ഇതിന്റെ റൈറ്റർ ഒരു മെന്റലിസ്റ്റ് ആണ് ഷമീർ എന്ന് പറയുന്നത്. ഇവിടെ വന്നേ പുള്ളിക്ക് ഡോക്ടറേറ്റ് ഇത് റെക്കോർഡ്സ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാ, മറ്റേ വേൾഡ് റെക്കോർഡൊക്കെ കിട്ടി. അപ്പൊ അയാൾ ഞങ്ങളുടെ പൂജയ്ക്ക് അവിടെ വന്നിട്ട് നമ്മുടെ നായികയെ വെച്ചിട്ട് മെന്റലിസവും ബാക്കി പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം എൻ്റെ ഒരു ഫ്രണ്ട് വഴി, ഞാനിങ്ങനെ കൊച്ചിയിൽ പല സിനിമ പരിപാടികളായിട്ട് നടക്കുന്ന വഴി എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഷമീറിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ആ സ്ക്രിപ്റ്റുമായിട്ട് 3-4 വർഷം അതിന്റെ പുറകെ നടന്നു. പക്ഷെ അന്നും ഇദ്ദേഹം പറഞ്ഞ ത്രെഡ് നമ്മുടെ മനസ്സിലുണ്ട്, അത് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഡൈവേർട്ടായി പല കാര്യങ്ങൾക്കും പോയിട്ടാണ് ഈ കാസർഗോഡ് പോയെന്ന് പറഞ്ഞാൽ തെയ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി ഒരു കാലഘട്ടം. കാരണം അവിടുത്തെ വയനാട് കുലവൻ തെയ്യം അതേപോലുള്ള തെയ്യങ്ങളെ കുറിച്ച്, കാരണം അതിനെ വെച്ചിട്ട് മലയാളത്തിലെ, ഞാൻ പേരൊന്നും ഇപ്പം പറയുന്നത് കാരണം ഇപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല, മലയാളത്തിൽ മെയിൻ സ്ട്രീമിലുള്ള ഒരു നായക അവർക്ക് അറിയാൻ പറ്റും, അവർക്ക് ഇത് കേൾക്കുമ്പോൾ അറിയാം ആരാന്നുള്ളത്. അവരെ വെച്ചിട്ട് ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കിയപ്പോഴും കഥയൊക്കെ പറഞ്ഞ് പ്ലാനിങ് ആണ്. ഓക്കെ, ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റേത് എല്ലാം ഡേറ്റ് റെഡിയായി, കഥ റെഡിയായി കഴിഞ്ഞിട്ടാണല്ലോ അവരുടെ ഡേറ്റ് കിട്ടുന്നത്. ഓൾറെഡി ഡേറ്റ് അവരുടെ കിട്ടിക്കഴിഞ്ഞു. കഥ ഇത് പ്ലാൻ ചെയ്തോണ്ടിരുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടായിരുന്നു. പുള്ളി അതിന്റെ ബാക്കി ചെയ്തു. പക്ഷെ തിരക്കഥയിൽ കുറച്ച് പ്രോബ്ലം വന്നപ്പോഴത്തേക്ക് ഇത് മാറ്റി വെച്ചിട്ട്, എന്നാൽ ഇനി തെയ്യത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് മറ്റൊരു കാലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഫേസ് ഞാൻ അവിടെ വെച്ച് പരിചയപ്പെടുന്നത്. അപ്പൊ അതിങ്ങനെ മനസ്സിലിട്ട് പലരെയും, അപ്പം മലയാളത്തിൽ അറിയപ്പെടുന്ന എൻ്റെ സൗഹൃദങ്ങളിലുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അവരോട്ടൊക്കെ സംസാരിച്ചപ്പം ഈ പയ്യൻ്റെ അടുത്ത് സംസാരിച്ച് അങ്ങനെയാണ് ജിൻസിലേക്കൊക്കെ എത്തിയിട്ട് സംസാരിച്ചപ്പോൾ എന്നാ പിന്നെ നമുക്ക് അത് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇതിന്റെ കഥയുമായിട്ട്. തിരക്കഥയെ സംഭാഷണം ചെയ്തിരിക്കുന്നത് നമ്മുടെ മധു കലാർ പുള്ളിയാണ് ചെയ്തത്. ഒരുപാട് കോമഡി ഷോസും പല അനുകരണങ്ങളും, മറ്റേ സ്റ്റാർ മാജിക്കിന്റെ റൈറ്റർ അങ്ങനെയൊക്കെ ആയിട്ട് സിനിമാല വേറെ 2-3 പേര് ബെഡായി വെക്കലാണ് ഇതിന്റെയൊക്കെ റൈറ്ററാണ്. അപ്പൊ പുള്ളി ഞാനും കൂടി ഇരുന്നിട്ട് അതിനൊരു കുറച്ചുകൂടി രൂപരേഖ ഉണ്ടാക്കി കുറച്ച് സെറ്റാക്കിയതിനു ശേഷം കാസർഗോഡ് ഷെഡ്യൂൾ ചെയ്തു. ബാക്കിയുള്ളത് ഈ എറണാകുളം നമ്മുടെ ഭാഗത്ത് തന്നെ.